ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് ഒരു വാച്ചിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. നമ്മുടെ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഡ്രൈവേഴ്സ് ഡേ വ്ളോഗ്സും ഉണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇത് നമ്മുടെ വാച്ച് കളക്ഷൻ്റെ സീരീസിലേക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാച്ച് കളക്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കാസിയോൻ്റെ തന്നെ ലെജൻഡറി ഐറ്റമായ, അതായത് ഫസ്റ്റ് വാച്ച് മില്യൺസ്, അതായത് ഒരു വർഷത്തിൽ മില്യൺസ് വാച്ചുകൾ വിറ്റ് പോകുന്ന ഒരു വാച്ചാണ് നമ്മളിന്ന് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാം F91W. അതിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. F91W എന്നുള്ള വാച്ച് ക്ലാസിക് സാധനം ഒരു ബ്ലൂ ട്രിം വരുന്നതാണ്. ഇപ്പോൾ പല കളറിലും ആ സാധനം ഐറ്റംസ് ആ വാച്ച് അവൈലബിൾ ആണ്. അത് ഏകദേശം ഒരു 18 കളറോളം അല്ലെങ്കിൽ 18-19 വേരിയൻ്റ് ആയിട്ട് ആ വാച്ച് ഇറങ്ങുന്നുണ്ട്. മൂന്നോ നാലോ കാറ്റഗറി ആയിട്ട് 18 വാച്ചോളം ഇറങ്ങുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ അത് ഫുള്ള് കളക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ മേടിച്ചത് അതിൽ തന്നെ റെയർ സാധനമായ ഗ്രീൻ ട്രിം, അതായത് F91W ബ്ലൂ ട്രിം വരുന്നുണ്ട്, ഗ്രീൻ ട്രിം വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ട്രിമ്മും വരുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ റയർ സാധനം ഈ ഗ്രീൻ ട്രിമ്മാണ്. അതന്നെ ഈ വാച്ച് ഞാൻ തപ്പിയെടുക്കാൻ ഏകദേശം 10-12 കടകൾ കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് ഈ വാച്ച് കിട്ടിയത്. അൽക്കോറിനാണ് ആ വാച്ച് കിട്ടിയത്. പിന്നെ എന്തായാലും ആ വാച്ചിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ നമ്മുടെ ഈ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കാസിയോൻ്റെ ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് സാധനം കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാസിയോൻ്റെ F91W എന്ന മോഡലിൻ്റെ ഗ്രീൻ ട്രിം. അതേപോലെ നമുക്ക് ബോക്സ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ബോക്സിൽ അതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാഠപുസ്തകം അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ഐറ്റം, അതായത് F91W എന്നുള്ള കാസിയോൻ്റെ ഗ്രീൻ ട്രിം. അതായത് നോർമലി ഈ വാച്ച് ഇറങ്ങുന്നത് ഇവിടെ ബ്ലൂ ട്രിമ്മാണ്. അതാണ് കുറേ കാലം ഈ സാധനം ഓടിയുന്നത് ബ്ലൂ ട്രിമ്മായിട്ട്. പക്ഷേ ഇപ്പോൾ അവർ ഇതിൻ്റെ 3 മോഡലുകളാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് 3 കളറുകൾ. ഒന്ന് ഇത് ബ്ലൂ നോർമലി, അതാണ് ക്ലാസിക് ഐറ്റം. പക്ഷേ ഈ ഗ്രീനാണ് ഇതിൽ റെയർ. അതേപോലെ തന്നെ ഗോൾഡിൽ അതിൻ്റെ ലെറ്ററിങ് ഉണ്ട് F91W, വൈറ്റിൽ കാസിയോ, അതേപോലെ അലാം കോണോഗ്രാഫ് എന്നുള്ളത് ഓറഞ്ച് കളറിൽ. അങ്ങനെ വെറൈറ്റി കളറുകളും. പിന്നെ അതേപോലെ നമ്മുടെ ലൈറ്റ് ഇൻഡിക്കേഷനിലെ അവിടെ ഒരു സ്വിച്ച്, 3 സ്വിച്ചുള്ളൂ ഇതിന്. ലൈറ്റ്, മോഡ്, അതേപോലെ 24 അവർ അല്ലെങ്കിൽ 12 അവർ. പിന്നെ അതേപോലെ തന്നെ അലാം ഓൺ ഓഫും ചെയ്യാനുള്ള ഈ 3 സ്വിച്ചുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. ടൈം, ഡേറ്റ്, സ്റ്റോപ്പ് വാച്ച്, അങ്ങനെ എല്ലാം. അങ്ങനെ 2-3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. വലിയ സെറ്റപ്പുള്ള വാച്ചൊന്നുമല്ല. പക്ഷേ ഈ വാച്ചിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വാച്ച് ഇതിന്ന് ഊരിയെടുക്കാം പുറത്തേക്ക്. ഇല്ലെങ്കിൽ ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. കാസിൻ്റെ ഒരു ടാഗുണ്ട്. അപ്പോൾ നമുക്ക് വാച്ചിലേക്ക് കിടക്കാം. ഇത് പക്ക റെസിൻ സ്ട്രാപ്പാണ്, അതേപോലെ റെസിൻ കേസാണ്, മിനറൽ ഗ്ലാസ് ആണ്, അതേപോലെ സ്ട്രാപ്പുണ്ട്, സിമ്പിൾ സ്ട്രാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കേസ് വരുന്നുണ്ട്. ബാക്കിൽ മാർക്കിങ് ചെയ്തിരിക്കണം, കണ്ടോ, കാസിയോ F93 F91W സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാക്ക്, വാട്ടർ റെസിസ്റ്റൻസ് എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷേ എത്രയെന്ന് എഴുതിയിട്ടില്ല. മെയ്ഡ് ഇൻ ചൈന DH. ഓക്കെ, പക്ഷേ ഈ വാച്ച് എത്ര വാട്ടർ റെസിസ്റ്റൻസ് എന്ന് എഴുതിയിട്ടുള്ളൂ, എത്ര മീറ്ററാണെന്നുള്ളത് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ വാച്ചിൻ്റെ ഒരു കണ്ടീഷൻ കണ്ടില്ലേ, സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ തെറ്റില്ലാത്ത സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും കയ്യിൽ കെട്ടി നോക്കാം. കയ്യിൽ കെട്ടുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്നും കൂടി കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കൂടുതൽ സെറ്റപ്പുകളൊന്നുമില്ല. ഒരു ലൈറ്റിൻ്റെ സ്വിച്ച്, ലൈറ്റ് ഇപ്പോൾ കാണണ്ടാവുമെന്ന് അറിയില്ല. ഏകദേശം നമുക്കൊന്ന് ഇട്ടാക്കി നോക്കാം. ചെറിയൊരു ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ടാവും. ഇപ്പോൾ വെളിച്ചം കണ്ടോ, ചെറിയൊരു ഗ്രീൻ ലൈറ്റ്. അതിൻ്റെ അർത്ഥത്തിലുള്ള ഒരു ഇത് എടുത്തിട്ട് ഞാൻ നമ്മുടെ ഇതിൽ കാണിക്കാം. അതേപോലെ ഇതിപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനാണ്. അതായത് ഇതിലാണ് മെയിൻ ഹോം ടൈം കാണിക്കുന്നത്. നമ്മുടെ ഒറ്റ ടൈമുള്ളൂ. വേൾഡ് ടൈമോ അല്ലെങ്കിൽ ഡുവൽ ടൈം അങ്ങനത്തെ ഓപ്ഷൻസോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വീക്ക് ഏതാണെന്നും, അതായത് ഏത് ഡേ ആണെന്നും, അതേപോലെ ഡേറ്റ് ഏതാണെന്നും, പിന്നെ ടൈമും സെക്കൻഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഉള്ളത് അലാമും, അതേപോലെ സ്റ്റോപ്പ് വാച്ച്.
കണ്ടോ ഇത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്, അത്രേ ഉള്ളൂ. കൂടുതലായി വേറെ ഒന്നുമില്ല. അതേപോലെ ഇത് 24 അവർ, ഇതിപ്പോൾ 24 അവർ കണ്ടോ, ഈ സ്വിച്ച് അമർത്തി 24 അവർ ആവും, അല്ലെങ്കിൽ 12 അവർ, അത്ര നോർമലി ഇത്രേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ഈ വാച്ചിലില്ല. പക്ഷേ ഈ ഒരു സാധനത്തിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് ഈ വാച്ച് റെയറാണ്, അതായത് കിട്ടാൻ പണിയാണ്. ഒരുപാട് ക്യാഷ് വർക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് വിറ്റ് വരുന്നൊരു വാച്ചാണ് ഇത്. അതിൽ പ്രത്യേകിച്ചിട്ട് ഈ ഗ്രീൻ ട്രിമ്മിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കൈ കെട്ടാം. അപ്പോൾ എൻ്റെ കൈ കെട്ടിയപ്പോൾ ഉണ്ടോ, എൻ്റെ ചെറിയ റിസ്റ്റാണ്. അപ്പോൾ വലിയ ലെവലിലുള്ള വലിയ കൈകൾക്ക് ഇത് ചെറിയ ഡയലായി തോന്നും, പക്ഷേ എൻ്റെ കൈക്ക് കറക്റ്റാണ്. എൻ്റെ കനല്ലാത്ത റിസ്റ്റായത് കൊണ്ട് ഇതിൽ കറക്റ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കെട്ടിയതിന് ഏകദേശം ഒരു ലുക്ക് ഉണ്ടോ, കാണാൻ രസമുണ്ട് ഇത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കെട്ടിയപ്പോൾ വാച്ചിൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ. അപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞാൽ കാസിയോ കളക്ടറായിട്ട് ഈ ഒരു ലെജൻഡറി ഐറ്റം കയ്യിലില്ലെങ്കിൽ പിന്നെ ഒരു കാസിയോ കളക്ട് ചെയ്തതിൽ ഒരു അർത്ഥമില്ല. ഇവല്ലാതെ കാസിയോ കളക്ഷൻ എന്തായാലും പൂർണ്ണമാവില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അടുത്ത കളക്ഷനിൽ ഞാനൊരു ചെയിൻ സ്ട്രാപ്പുള്ള ഒരു കാസിയോൻ്റെ ഡിജിറ്റൽ വാച്ച് തന്നെയാണ് നോക്കുന്നത്. അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത നമ്മുടെ വാച്ചിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്നും ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വാച്ചിൻ്റെ വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.